First of all, we discussed about the fuel tank in the pump system. Its function is to store the fuel safely. It is made up of steel or aluminum alloy sheet. Inside the steel tank is coated with an alloy of tin and lead to protect against corrosion, which is made of interconnected compartments by means of baffle plates. This will help to reduce surging of fuel on account of sudden braking or cornering. Holes are made in the side of the tank for fixing fuel gauge sensor, supply and return pipes. Some dead fuel storage is always given for settle down sediments. The tank is vented to the atmosphere so that the pressure inside the tank is atmospheric. സുരക്ഷിതമായി ഇന്ധനത്തെ സംഭരിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്യൂൽ ടാങ്ക് ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീലിൻ്റെയോ അലൂമിനിയം ലോഹസങ്കരത്തിൻ്റെയോ ഷീറ്റ് കൊണ്ടാണ്. കൊറോഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ടാങ്കിൻ്റെ ഉൾഭാഗം ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരം കൊണ്ട് പൂശിയിരിക്കുന്നു. തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അറകളായിട്ടാണ് ടാങ്കിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ അറകൾക്കിടയിലുള്ള പാളിയെ ബാഫിൾ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നത് മൂലമോ വാഹനം വളവ് തിരിയുമ്പോഴോ ഇന്ധനം ഓളം തള്ളുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാഫിൾ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്യൂൽ ഗേജിൻ്റെ സെൻസർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയും സപ്ലൈയും റിട്ടേൺ പൈപ്പും ഫിറ്റ് ചെയ്യുന്നതിനും ടാങ്കിൽ ഹോളുകൾ നൽകിയിട്ടുണ്ട്. ഇന്ധനത്തിലുള്ള അഴുക്കുകൾ അടിയുന്നതിനു വേണ്ടി എല്ലായ്പ്പോഴും ടാങ്കിൽ ഒരു നിശ്ചിത അളവ് ഇന്ധനത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ടായിരിക്കും. ടാങ്കിന് മുകളിൽ ഒരു ദ്വാരം നൽകി അന്തരീക്ഷവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ടാങ്കിനുള്ളിൽ എല്ലായ്പ്പോഴും ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ നിലനിർത്തുന്നു. ഇങ്ങനെ അറ്റ്മോസ്ഫറിക് പ്രഷർ നിലനിർത്തിയാൽ മാത്രമേ ടാങ്കിൽ നിന്ന് സുഗമമായിട്ട് ഫ്യൂവൽ കാർബറേറ്ററിലേക്ക് ഫ്ലോ ചെയ്യുകയുള്ളൂ. Next we will discuss about the fuel pump. Its function is to supply the fuel from the tank into the float chamber of the carburetor. There are two types of fuel pump are commonly used in vehicles. The first one is mechanical type of fuel pump which is operated by engine camshaft, and the second one is electrical type of fuel pump. The details about mechanical type fuel pump and ഇലക്ട്രിക്കൽ ടൈപ്പ് ഓഫ് ഫ്യൂൽ പമ്പ് ആർ ഡിസ്കസ്ഡ് ലേറ്റർ. പമ്പ് സിസ്റ്റത്തിലെ അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫ്യൂൽ പമ്പാണ്. ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ടാങ്കിൽ നിന്നും ഫ്യൂവലിനെ കാർബറേറ്ററിൻ്റെ ഫ്ലോട്ട് ചേമ്പറിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഫ്യൂൽ പമ്പുകളാണ് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ ടൈപ്പ് ഫ്യൂൽ പമ്പ്, രണ്ട് ഇലക്ട്രിക്കൽ ടൈപ്പ് ഫ്യൂൽ പമ്പ്. മെക്കാനിക്കൽ ടൈപ്പ് ഫ്യൂൽ പമ്പിനെ എഞ്ചിൻ ക്യാംഷാഫ്റ്റാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരണം അടുത്ത ക്ലാസ്സിൽ നൽകുന്നതാണ്. The next component in the pump system is fuel filter. The function of the fuel filter is to clean the fuel before supplied into the carburetor. The filter prevents dirt, water, etc. reaching to the carburetor. A disposable type of fuel filter are commonly used nowadays. പമ്പ് സിസ്റ്റത്തിലെ അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫ്യൂൽ ഫിൽട്ടറാണ്. കാർബറേറ്ററിലേക്ക് ഇന്ധനം എത്തിക്കുന്നതിന് മുന്നേ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഫ്യൂൽ ഫിൽട്ടറിൻ്റെ ധർമ്മം. ഇത് പ്രധാനമായും ഇന്ധനത്തിലെ അഴുക്കിനെയും വെള്ളത്തിനെയുമാണ് ഫിൽറ്റർ ചെയ്യുന്നത്. ഉപയോഗിച്ച് കളയുന്ന ഫിൽട്ടറാണ് വാഹനങ്ങളിൽ ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. The next component in the pump system is carburetor. The process of mixing gasoline with air to obtain a combustible mixture
is called carburation. The device used for carburation process is called carburetor. The function of the carburetor are as follows: to vaporize the fuel to prepare homogeneous air fuel mixture. The second function is to supply a correct amount of air fuel mixture at the correct strength under the varying condition of the engine. The varying condition of the engine are as follows: the load of the engine, the speed of the engine, and the operating temperature of the engine. പെട്രോളും എയറും ഒരു നിശ്ചിത അനുപാതത്തിൽ മിക്സ് ചെയ്ത് എളുപ്പം തീപിടിക്കുന്ന മിശ്രിതം രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് കാർബറേഷൻ എന്ന് പറയുന്നത്. ഈ കാർബറേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഉപകരണത്തെയാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫ്യൂവലിനെ ബാഷ്പീകരിച്ച് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും ഒരു മിശ്രിതം തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ ലോഡിനും സ്പീഡിനും ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിനും അനുസരിച്ച് കൃത്യമായ അളവിലും കൃത്യമായ സ്ട്രെങ്തിലും എയർ ഫ്യൂവൽ മിക്സ്ചറിനെ എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ. The next component in the fuel feed system is air cleaner. Its function is to clean the air by removing dirt and dust particles before entering into the carburetor. Another function of the air cleaner is that it reduces the noise due to the engine induction system. It also prevents flame due to backfiring. Backfiring is the loud premature explosion in the intake manifold. കാർബറേറ്ററിലേക്ക് വായു എത്തുന്നതിന് മുമ്പ് അതിലുള്ള പൊടിയും അഴുക്കും മാറ്റി വൃത്തിയാക്കുക എന്നതാണ് എയർ ക്ലീനറിൻ്റെ പ്രാഥമികമായ ധർമ്മം. അതുകൂടാതെ എഞ്ചിൻ ഇൻഡക്ഷൻ സിസ്റ്റത്തിലെ നോയ്സിനെ കുറയ്ക്കുക എന്നതും ഇതിൻ്റെ ഒരു ധർമ്മമാണ്. ഇതിന് ഇനി ഒരു പ്രധാനപ്പെട്ട ധർമ്മം കൂടെ ഉണ്ട്. ബാക്ക്ഫയറിംഗ് മൂലം എഞ്ചിൻ ഇൻഡക്ഷൻ സിസ്റ്റത്തിലുണ്ടാകുന്ന തീജ്വാലയെ തടയുക എന്നതും ഇതിൻ്റെ ഒരു ധർമ്മമാണ്. ഇൻടേക്ക് മാനിഫോൾഡിൽ നടക്കുന്ന ഉയർന്ന ശബ്ദത്തോടു കൂടിയ സ്ഫോടനത്തെയാണ് ബാക്ക്ഫയറിംഗ് എന്ന് പറയുന്നത്. There are two types of air cleaners are commonly used in vehicles. First one is wet type air cleaner and second one is dry type air cleaner. The wet type air cleaner is also known as heavy duty air cleaner and the dry type air cleaner is also known as light duty air cleaners. It will be discussed in later.